ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വാഹനങ്ങളുടെ മത്സരയോട്ടങ്ങളിൽ ഇരയാവുന്നത് നിരപരാധികളായ കുറെ ജീവനുകളാണ്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ മൂടാടിയിലുണ്ടായ വാഹനാപകടത്തിൽ പൊലിഞ്ഞത് 2 സഹോദരങ്ങളുടെ ജീവനുകളാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ മാറ്റിമറിക്കുന്നത് ഒരുപാട് പേരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. പ്രധാന വാർത്തകളിലേക്ക്. റബ്ബർ വിലത്തകർച്ചയിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ സർക്കാർ നടപടി ആവശ്യപ്പെട്ട് റബ്ബർ കർഷകരുടെ പ്രക്ഷോഭം. കൊയിലാണ്ടി ദേശീയപാതയിലെ വാഹനാപകടങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് കർമ്മസമിതി ആഭിമുഖ്യത്തിൽ ജീവൻ രക്ഷാ സദസ്സ്. ക്ഷേമ ബോർഡിന്റെ അഴിമതിക്കെതിരെ ചുമട്ടുതൊഴിലാളി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസ് മാർച്ച്. വാർത്തകൾ വിശദമായി. റബ്ബർ വിലത്തകർച്ചയിൽ നിന്നും കർഷകരെ രക്ഷിക്കാനുള്ള നടപടികൾ ഒന്നും സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് റബ്ബർ കർഷകർ പ്രക്ഷോഭത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി കളക്ടറേറ്റിലേക്ക് മാർച്ചും പ്രതീകാത്മക ആത്മഹത്യയും നടന്നു. NFRPS ദേശീയ വൈസ് പ്രസിഡന്റ് ജോർജ് കൊട്ടാരം ഉദ്ഘാടനം ചെയ്തു. കനത്ത വിലത്തകർച്ച കൊണ്ടും അനിയന്ത്രിതമായ റബ്ബർ ഇറക്കുമതി കൊണ്ടും കടുത്ത പ്രതിസന്ധിയിലായ റബ്ബർ കർഷകരാണ് പ്രത്യക്ഷ സമരപരിപാടികളുടെ ഭാഗമായി കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണയോടൊപ്പം പ്രതീകാത്മക ആത്മഹത്യാ സമരവും കർഷകരുടെ നേതൃത്വത്തിൽ അരങ്ങേറി. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ചിലാണ് റബ്ബർ കർഷകർ പ്രതീകാത്മക ആത്മഹത്യ നടത്തിയത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 200ഓളം കർഷകരാണ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. റബ്ബർ ഇറക്കുമതി നിർത്തലാക്കുക, 12 ലക്ഷം റബ്ബർ കർഷക കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പുനരധിവാസ പാക്കേജ് അനുവദിക്കുക, വിലസ്ഥിരത ഫണ്ട് പുനഃസ്ഥാപിക്കുക, റബ്ബറിന് 200 രൂപ തറവില പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ. NFRPS ദേശീയ വൈസ് പ്രസിഡന്റ് ജോർജ് കൊട്ടാരം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കർഷകരോട് യാതൊരു പരിഗണനയുമില്ലാത്ത രീതിയിലാണ് സർക്കാർ പെരുമാറുന്നതെന്ന് ജോർജ് കൊട്ടാരം കുറ്റപ്പെടുത്തി. രൂക്ഷമായ റബ്ബർ വിലയിടിവ് മൂലം മലയോര കാർഷിക മേഖലകളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും വ്യാപാരമാന്ദ്യവും സംഭവിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്വര നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ കാർഷിക മേഖലകളിൽ കൂട്ട ആത്മഹത്യകൾ ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സംഘടനകളൊക്കെ ഉണ്ട്. എന്നാൽ കർഷകരെ സംബന്ധിച്ച് യാതൊരു മേഖലയിലും ഒരു പരിഗണന നൽകാതെ പോവുക. പ്രസിഡന്റ് ദേവസ്യ കാളംപറമ്പിൽ, ആനക്കമ്പോയിൽ RPS ഭാരവാഹി ഫിലിപ്പ് പാമ്പാറ, താമരശ്ശേരി RPS ഭാരവാഹി രഘു, സാജു M ജോർജ്, VR ലോനപ്പൻ മാസ്റ്റർ, ജോസ് ചെറുവള്ളിൽ, OD തോമസ്, യോഹന്നാൻ തുടങ്ങിയവർ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ദേശീയപാത കൊയിലാണ്ടിയിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് കർമ്മസമിതി ആഭിമുഖ്യത്തിൽ ചെങ്ങോട്ടുകാവിൽ ജീവൻ രക്ഷാ സദസ്സ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 15 പേരാണ് അപകടങ്ങളിൽ മരണമടഞ്ഞത്. ഉപരോധം റോഡിലെത്തിയത് ദേശീയപാതയിൽ ഗതാഗത സ്തംഭനമുണ്ടാക്കി. ദേശീയപാതയിൽ കോരപ്പുഴ പാലം മുതൽ മൂരാട് പാലം വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങളും മരണങ്ങളും നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിലെ കൊടുംവളവ് നിവർത്തിയാൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ചെങ്ങോട്ടുകാവിനും കോരപ്പുഴയ്ക്കുമിടയിൽ 18 അപകട വളവുകളാണുള്ളത്. ഇത് നിവർത്താൻ ഇതുവരെ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. കൊയിലാണ്ടിയിൽ വാഹനാപകടങ്ങൾ ഓരോ വർഷവും കൂടുകയാണ്. ഈ വർഷം മാത്രം 35 പേർ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു. സ്വകാര്യ ബസ്സുകൾ, മീൻകയറ്റി പോകുന്ന വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയും അശ്രദ്ധയോടെയുള്ള വാഹനമോടിക്കലുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ഇതോടൊപ്പം റോഡുകളിലെ കൊടും വളവുകളും റോഡ് വികസനമില്ലായ്മയും അപകടങ്ങൾ പെരുകുവാൻ കാരണമാകുന്നു. ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന ദീർഘദൂര ബസ്സുകൾ വാഹനങ്ങളെ മറികടക്കാൻ മരണപ്പാച്ചിലാണ് നടത്തുന്നത്.
വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധന കർശനമാക്കുന്നുള്ളൂ. തിക്കോടി, നന്ദി, കൊല്ലം, ചെങ്ങോട്ടുകാവ്, പൂക്കാട്, തിരുവങ്ങൂർ എന്നിവിടങ്ങളിലാണ് സ്ഥിരം അപകട കേന്ദ്രങ്ങൾ. റോഡപകടങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെങ്ങോട്ടുകാവിൽ കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയപാതയിൽ ജീവൻ രക്ഷാ സദസ്സ് സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച 11 മണിയോടുകൂടി പ്രകടനമായി എത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. CV ബാലകൃഷ്ണൻ, വേണു മാസ്റ്റർ, മുൻ MLA-മാരായ CP നാരായണൻ, P വിശ്വൻ, K ഗീതാനന്ദൻ, PV ഷാനി, KPM കോയ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടകര റൂറൽ SP യതീഷ് ചന്ദ്ര, കൊയിലാണ്ടി CI ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരെത്തിയതിനെ തുടർന്ന് സമരക്കാരുമായി ചർച്ച നടത്തി. ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 15 പേർ മരണമടഞ്ഞത് കാൽനട യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളുമാണ്. ചുമട്ടുതൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ യൂണിയനുകളിലെ ചുമട്ടുതൊഴിലാളികൾ ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. യു പോക്കർ ധർണ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ BMS, INTUC, AITUC, STU, HMS, SLA, MTU എന്നീ യൂണിയനുകളിലെ തൊഴിലാളികൾ ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ഫണ്ടിൽ നിന്നും നിയമവിരുദ്ധമായി 33 ലക്ഷം രൂപ CITUവിന്റെ പ്രാഥമിക സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത് പിൻവലിക്കുക, രാമനാട്ടുകര സബ് കമ്മിറ്റി ഓഫീസിലെ അന്വേഷണ തിരിമറി അന്വേഷിക്കുക, ബോർഡിലെ അഴിമതിക്കെതിരെ പ്രതികരിച്ച സെക്രട്ടറിയെ മർദ്ദിച്ച കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുക, മുൻ ചെയർമാൻ മുരുകന്റെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുക, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്ക് വരുന്ന കാലതാമസം ഒഴിവാക്കുക, തൊഴിലാളികൾക്ക് ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. STU സംസ്ഥാന സെക്രട്ടറി യു പോക്കർ ധർണ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ സെക്രട്ടറി മൂസ പന്തിരാങ്കാവ് അധ്യക്ഷനായി. കോഴിക്കോട്ടെ തൊഴിലാളി വർഗ ഐക്യം ഒന്നുകൂടെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഈ മാർച്ച് എന്നും തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉടനടി തൊഴിൽ വകുപ്പ് ഇടപെടണം എന്നും AITUC സംസ്ഥാന സെക്രട്ടറി KG പങ്കജാക്ഷൻ പറഞ്ഞു. വളരെ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. HMS ജില്ലാ സെക്രട്ടറി OK ധർമ്മരാജ്, ബിജു ആന്റണി എന്നിവർ സംസാരിച്ചു. സുപ്രീം കോടതി ജഡ്ജിയും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റുമായിരുന്ന V ബാലകൃഷ്ണ ഏറാഡിയുടെ 4ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനവും പഠന സദസ്സും നടന്നു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജസ്റ്റിസ് V ബാലകൃഷ്ണ ഏറാടി അനുസ്മരണവും വിദ്യാർത്ഥികൾക്കുള്ള പഠന സദസ്സും ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സുപ്രീം കോടതി ജഡ്ജിയും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റും ആയിരുന്ന ബാലകൃഷ്ണ ഏറാടിയുടെ 4ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണൻ ഏറാടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും അദ്ദേഹത്തെ വളരെ നന്ദിയോടെയാണ് പലരും സ്മരിക്കുന്നതെന്ന് MP വീരേന്ദ്രകുമാർ പറഞ്ഞു. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, നടക്കാവ് ഗേൾസ് സ്കൂൾ, ലിറ്റിൽ ഡാഫോഡിൽസ് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ജീവിത മൂല്യങ്ങൾ എന്ന വിഷയം ആസ്പദമാക്കി പഠന സദസ്സ് നടത്തി. കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് I അജയൻ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. പത്മനാഭൻ വേങ്ങേരി, ഡോക്ടർ പ്രിയദർശൻ ലാൽ, ഡോക്ടർ ആർസു, രാജൻ മക്കട എന്നിവർ സംസാരിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ഉത്തരമേഖലാ കൺവെൻഷൻ ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. MLA എളമരം കരീം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ഉത്തരമേഖലാ കൺവെൻഷൻ ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. MLA എളമരം കരീം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫാക്ടറി മാനേജ്മെന്റ് തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം. ഇതിനായി ഫാക്ടറികളിൽ പരിശോധന നടത്തുന്നത് വ്യവസായ നടത്തിപ്പിന് തടസ്സമാണ് എന്ന മുതലാളിമാരുടെ വാദം കേട്ടപ്പോൾ നരേന്ദ്രമോദി പാർലമെന്റ് പ്രഖ്യാപിച്ചു, പരിശോധന നടത്തുന്നത് അവസാനിപ്പിക്കണം. അതിനായി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നിയമപ്രശ്നങ്ങൾ അറിയുന്നതിനുള്ള സാങ്കേതിക മാർഗങ്ങളും കണ്ടെത്തി. മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടപ്പാക്കിയ ബില്ലാണ് BJP പാർലമെന്റ് ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും എളമരം കരീം പറഞ്ഞു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 6 മാസത്തെ പ്രവർത്തനങ്ങളുടെ ദിശ നോക്കിയാൽ എങ്ങനെയാണ് ഗവൺമെന്റ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി TK രാജൻ അധ്യക്ഷം വഹിച്ച കൺവെൻഷനിൽ ഗുഡ്സ് ഫെഡറേഷൻ സെക്രട്ടറി P പ്രേമരാജൻ, ഗോവിന്ദൻകുട്ടി, അഡ്വക്കേറ്റ് ഫിറോസ്, കാറ്റാടി കുമാരൻ, K ജയരാജൻ, K ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. പഠനത്തോടൊപ്പം കാർഷിക രംഗത്തും പ്രവർത്തിക്കാൻ കുട്ടികൾ സമയം കണ്ടെത്തണമെന്ന് മേയർ AK പ്രേമജം.
സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നടന്ന മട്ടുപ്പാവ് കൃഷി പ്രോത്സാഹന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്നിലെ കർഷകൻ മട്ടുപ്പാവ് കൃഷി പ്രോത്സാഹന ശില്പശാല സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നടന്നു. മേയർ AK പ്രേമജം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം കാർഷിക രംഗത്തും പ്രവർത്തിക്കാൻ കുട്ടികൾ സമയം കണ്ടെത്തണമെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൾ ലത്തീഫ് ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ, ഗിരീഷ് ചോലയിൽ, അനിത രാജൻ, M രാധാകൃഷ്ണൻ, ജാനമ കുഞ്ഞുണ്ണി, M മോഹനൻ, T രജനി, T മൊയ്തീൻ കോയ, MT പത്മ, മുഹമ്മദ് അലി, കിഷൻ ചന്ദ് എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ, മെത്തകൾ, സ്പ്രിംഗ് മെത്തകൾ, റബ്കോ ലൈറ്റ് വെയ്റ്റ് ചെരുപ്പുകൾ, PU ചെരുപ്പുകൾ, വിർജിൻ കോക്കനട്ട് ഓയിൽ, കരകൗശല വസ്തുക്കൾ, റബ്കോ ഉൽപ്പന്നങ്ങൾ കൂടാതെ ദിനേശ്, റെഡ്കോ, മൃഗനയനി എന്നിവയുടെ ഉൽപ്പന്നങ്ങളും. റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് 40% കിഴിവ്. മേള 2015 ജനുവരി 11 വരെ. റബ്കോ ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ. പ്രവേശനം സൗജന്യം. വാർത്തകൾ തുടരുന്നു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ട്രേഡ് യൂണിയൻ ക്ലാസ് നടന്നു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ J പ്രസാദ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വനിതാ ട്രേഡ് യൂണിയൻ ക്ലാസ് NGO യൂണിയൻ ഹാളിൽ നടന്നു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ J പ്രസാദ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. നമ്മുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുകയാണ്. അതിനനുസരിച്ചുള്ള പോരാട്ടങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും സ്വയം സജ്ജരാകാനും സംഘടനയെ സജ്ജമാക്കാനും കഴിയണം. നമ്മുടെ ചിന്തകൾ യുക്തിഭദ്രവും കാഴ്ചപ്പാടുകൾ ശാസ്ത്രീയവും ആവേണ്ടത് ഇവിടെ അനിവാര്യമാണ്. ഈ ലക്ഷ്യത്തോടെയാണ് ട്രേഡ് യൂണിയൻ ഇത്തരത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ചത്. നവോത്ഥാനം, ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി DYFI മുൻ ജില്ലാ പ്രസിഡന്റ് PK പ്രേമനാഥും സംഘടന, വ്യവസായം എന്ന വിഷയത്തെ ആസ്പദമാക്കി AIEA വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണനും ക്ലാസ് എടുത്തു. ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന നഗരവാസികൾക്കായി സ്വപ്നതുല്യ റോഡുകൾ ഒരുങ്ങുന്നു. കേരള നഗര റോഡ് വികസന പദ്ധതിയിൽ 6 റോഡുകളാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. അക്വിസിഷൻ പൂർത്തിയായ ഇടങ്ങൾ ജില്ലാ കളക്ടർ CA ലതയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. കേരള നഗര റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്ന 22.8 കിലോമീറ്റർ വരുന്ന 6 റോഡുകളുടെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയായതായി ജില്ലാ കളക്ടർ CA ലത അറിയിച്ചു. ഗാന്ധി റോഡ് മിനി ബൈപ്പാസ്, സ്റ്റേഡിയം പുതിയറ, CWRDM പാനത്ത് താഴം, കാരപ്പറമ്പ് കല്ലുത്താൻ കടവ്, മാങ്കാവ് ജംഗ്ഷൻ, പുഷ്പ ജംഗ്ഷൻ, കോവൂർ വെള്ളിമാട് കുന്ന് എന്നിവയാണ് ഈ റോഡുകൾ. റോഡ് പ്രവൃത്തിക്കുള്ള ടെൻഡർ ഡിസംബർ 31 വരെ സ്വീകരിക്കും. ജനുവരിയിൽ ചേരുന്ന കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ടെൻഡർ അംഗീകരിച്ച് സർക്കാർ അനുമതിക്ക് ശുപാർശ ചെയ്യും. അനുമതി ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വർക്ക് ഓർഡർ നൽകും. ഫണ്ട് ലഭ്യമാക്കുന്നതിന് പരമാവധി 6 മാസം നൽകും. 15 വർഷത്തെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെയാണ് കരാർ. റോഡ് പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് വൈദ്യുതി, ടെലിഫോൺ, വാട്ടർ കണക്ഷൻ തുടങ്ങിയ യൂട്ടിലിറ്റികൾ മാറ്റി സ്ഥാപിക്കും. ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന നഗരവാസികൾക്ക് സ്വപ്നതുല്യമായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് കലക്ടർ പറഞ്ഞു. റോഡും അനുബന്ധ സൗകര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. നിർദ്ദിഷ്ട റോഡുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കലക്ടർ. കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ സുദർശൻ പിള്ള, പ്രൊജക്ട് മാനേജർ PN ശശികുമാർ, കേരള സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് കോർഡിനേറ്റർ K ലേഖ എന്നിവരും കലക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. ഡൽഹി പീഡനത്തിന്റെ 2ാം വാർഷികത്തിൽ സ്ത്രീ സുരക്ഷാ സമിതി ജില്ലാ കമ്മിറ്റി നിർഭയ ദിനം ആചരിച്ചു. സ്ത്രീ സുരക്ഷ നിർഭയയ്ക്ക് ശേഷം എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ മജീഷ്യൻ RK മലയത്ത് ഉദ്ഘാടനം ചെയ്തു.
ഏതു മുന്നണി ഭരിക്കുമ്പോഴും സ്ത്രീ പീഡകരും മദ്യമാഫിയകളും അഴിമതിക്കാരും ഒറ്റക്കെട്ടായി മുന്നേറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നതെന്ന് മജീഷ്യൻ RK മലയത്ത് അഭിപ്രായപ്പെട്ടു. ഡൽഹിയിൽ ബലാത്സംഗത്തിനിടെ നിർഭയ കൊല്ലപ്പെട്ടതിന്റെ 2ാം വാർഷിക ദിനത്തിൽ സ്ത്രീ സുരക്ഷാ സമിതി കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടത്തിയ സ്ത്രീ സുരക്ഷ നിർഭയയ്ക്ക് ശേഷം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബലാത്സംഗത്തെക്കാൾ ഭയാനകമായ നാനാവിധത്തിലുള്ള പീഡനങ്ങൾ സ്ത്രീകൾ നിശബ്ദരായി നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് പറഞ്ഞു. സ്ത്രീ സുരക്ഷാ സമിതി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി അധ്യക്ഷം വഹിച്ചു. വിമല ടീച്ചർ, മൊയ്തു കണ്ണങ്കോടൻ, A ശേഖർ, എരവട്ടൂർ ബാലകൃഷ്ണൻ, CM കുട്ടപ്പൻ, C ഷീബ, ഡോക്ടർ M ജ്യോതിരാജ്, MN ബാബു, ആശാദേവി ടീച്ചർ, ഷീല തോമസ്, PM ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷാ സമിതി ജില്ലാ സെക്രട്ടറി KP സുബൈദ സ്വാഗതവും യമുന ബേബി നന്ദിയും പറഞ്ഞു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെയും ദാതാക്കളുടെയും സംഗമം കോഴിക്കോട്ട് നടന്നു. മലബാർ കേന്ദ്രീകരിച്ചുള്ള കേരള ലിവർ ട്രാൻസ്പ്ലാന്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തനം സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. കരൾ അലിയിക്കുന്ന കഥകളുമായാണ് അവരൊത്തുചേർന്നത്. കരൾ രോഗം ബാക്കിവെച്ച വേദനകളും ജീവിതഭാരവും ബാധ്യതകളും ഭാവിക്ക് മുന്നിൽ തീരാപ്രശ്നമായി തുടരുന്നതായി അവരോരോരുത്തരും പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 50ഓളം പേർ ഒത്തുകൂടിയത്. ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഉദാരമനസ്കരുടെയും സഹായത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നവരാണ് ഇവരിൽ അധികവും. വൻ തുക ചിലവഴിച്ച് ശസ്ത്രക്രിയ നടത്തിയവർ സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണത്തിന്റെ കഥകളും പങ്കുവച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർച്ചയായി മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതിന്റെ പ്രതിസന്ധിയിലാണ് മിക്കവരും. ആജീവനാന്തം പരസഹായം തേടി ജീവിക്കേണ്ടി വരുന്നതിന്റെ ദുഃഖവും അവർ പങ്കുവച്ചു. ഭർത്താവിന്റെ ജീവൻ തിരിച്ചുകിട്ടിയ സന്തോഷത്തിലായിരുന്നു കോട്ടൂളിയിലെ ഷീബ. കല്ലായിലെ മരക്കച്ചവടക്കാരനായിരുന്ന അനിലിന് 2 വർഷം മുൻപാണ് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ കരൾ മാറ്റി വെക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 8 മാസം മുൻപാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഭർത്താവിന് സ്വന്തം കരൾ പകുത്തു നൽകിയ ഭാര്യയും മലാപ്പറമ്പ് NGO ക്വാർട്ടേഴ്സിലെ 11 വയസ്സുകാരി ആൻസിക്ക് കരൾ നൽകിയ പിതാവ് ഷാജി ജോസഫും അനുഭവങ്ങൾ പങ്കുവച്ചു. മലബാറിലെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ ഒത്തുചേരൽ കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. വലിയ ഒരു ചടങ്ങിൽ, അതും ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ ഇവരുടെ ഒരു ചടങ്ങിൽ മലബാർ കേന്ദ്രീകരിച്ച് കേരള ലിവർ ട്രാൻസ്പ്ലാന്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനം സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. PK മോഹനചന്ദ്രൻ, KS ബാബു, KR മനോജ്, MK ജയപ്രകാശ് എന്നിവരും സംസാരിച്ചു. സദാചാരം മാറുന്ന കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സംവാദം സംഘടിപ്പിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യുവജന സംഘടനാ പ്രതിനിധികൾ സംബന്ധിച്ചു. ജനകീയ പ്രശ്നങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളാക്കി മാറ്റി തീർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നയത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയും അവയ്ക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറായതിനും തെളിവാണ് ചുംബന സമരമെന്ന് ഡോക്ടർ MN കാരശ്ശേരി പറഞ്ഞു. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ KP കേശവ മേനോൻ ഹാളിൽ സംഘടിപ്പിച്ച സദാചാരം മാറുന്ന കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സദാചാരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറിയ കാഴ്ചപ്പാടിലാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സിനിമാ സ്ക്രീനിൽ കണ്ടുമടുത്ത ചുംബന സീനുകൾ ആസ്വദിക്കുന്ന മലയാളി കൈക്കൂലി, അഴിമതി, ബാലവിവാഹം എന്നീ അസമത്വങ്ങളെ ചോദ്യം ചെയ്യാത്തത് എന്താണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. താലകുത്തി മറിയും എന്ന് അവര് കണ്ടത് കൃത്യം. ഇപ്പോ അവിടെ ആദ്യം മറൈൻ ഡ്രൈവിൽ നടന്നപ്പോ അത് കണ്ടു രസിക്കാനും അത് ഫോട്ടോ എടുക്കാനും ആ ഫോട്ടോ എടുത്ത് വീണ്ടും കണ്ടു രസിക്കാനും ആ കൂട്ടത്തിൽ 2 കുറ്റം പറയാം. അല്ല പറയുന്ന ആൾക്കാരൊക്കെ വലിയ താമസം എന്നുവെച്ചാല് നമ്മളിപ്പോ ചുംബനത്തെ പറ്റി സ്വപ്ന ഇവിടെ പറഞ്ഞു. ഞാൻ ചരിത്രത്തില് അധർമ്മം എന്ന് ഞാൻ വിളിക്കുന്ന ഒരൊറ്റ ചുംബനം മാത്രമേ കണ്ടിട്ട് കേട്ടിട്ടുള്ളൂ. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം MM റഷീദ്, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P സുധീർ, ദീദി ദാമോദർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. യുവജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് RV രാജേഷ്, അംഗങ്ങളായ അഡ്വക്കേറ്റ് സ്വപ്ന ജോർജ്, TA അഷ്റഫ് അലി, K ശിവരാമൻ എന്നിവരും പങ്കെടുത്തു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ധർണ. പെരുമണ്ണ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അത്തുളിത്താഴം റെസിഡൻസ് അസോസിയേഷനാണ് ധർണ നടത്തിയത്. പൂളക്കൽ താഴം അത്തോളിത്താഴം പയ്യടിമെത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത്തോളിത്താഴം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് PT ശിവദാസൻ അധ്യക്ഷനായ പരിപാടി മാമ്പുഴ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാലത്തിങ്കൽ കോയ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി സുമേഷ് TP,
ഒന്നാം വാർഡ് മെമ്പർ വി സി ജിഷ്, ശ്യാം മനോഹർ, സരിത, കൃഷ്ണദാസ്, ഗംഗാധരൻ, സത്യേന്ദ്രൻ, എൻ പി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. 2005-ൽ ടാറിംഗ് പൂർത്തിയാക്കിയ ഈ റോഡിൽ ഇന്നുവരെ യാതൊരു ഫണ്ടും മെയിന്റനൻസായി ലഭിച്ചിട്ടില്ല. ഇത് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, MLA, MP എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി ചലച്ചിത്രോത്സവം നടന്നു. അമേരിക്കൻ സംവിധായകനായ റോൺ ഫ്രിക്കിയുടെ ബരാക്ക പ്രദർശിപ്പിച്ചാണ് ചലച്ചിത്രോത്സവം തുടങ്ങിയത്. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയുടെ വരദാനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിയ കാഴ്ചകൾ പകർന്ന് പ്രകൃതി സംരക്ഷണ സമിതി ദ്വിദിന രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന് തുടക്കം പ്രൊഫസർ ടി ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ടി ശ്രീനിവാസൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ TV രാജൻ, പ്രൊഫസർ ആർസു, തായാട്ട് ബാലൻ, MA ജോൺസൺ, P രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതിയും അനുബന്ധ വിഷയങ്ങളും പ്രമേയമായ രാജ്യാന്തര ശ്രദ്ധ നേടിയ 6 ചിത്രങ്ങളിൽ 2 ഡോക്യുമെന്ററികളുമാണ് ആദ്യ ദിനം പ്രദർശിപ്പിച്ചത്. മനുഷ്യജീവിതവും പ്രകൃതിയിലെ വിവിധ പ്രതിഭാസങ്ങളും കോർത്തിണക്കിയ ബരാക്കയായിരുന്നു ആദ്യ ചിത്രം. സംഭാഷണമോ വിവരണമോ ഇല്ലാതിരുന്ന അമേരിക്കൻ സംവിധായകനായ റോൺ ഫ്രിങ്കി പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ ചിത്രീകരിച്ച ചിത്രം വിവിധ ഭൂഖണ്ഡങ്ങളിലെ വിഭിന്നങ്ങളായ ഭൂപ്രകൃതികളുടെ വൈവിധ്യങ്ങൾ കാഴ്ചക്കാർക്ക് മുന്നിലെത്തിച്ചു. മേളയിൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു ഇത്. മനുഷ്യരും സഹോദരങ്ങളായ ജീവവർഗങ്ങളും തമ്മിലുള്ള കാവ്യാത്മകവും താളാത്മകവുമായ ബന്ധം ചിത്രീകരിച്ച ആഷസ് ടു സ്നോ ആയിരുന്നു രണ്ടാമത്തെ ചിത്രം. ഗ്രിഗറി കോൾബർട്ട് സംവിധാനം ചെയ്ത ഈ കനേഡിയൻ ചിത്രം വ്യത്യസ്ത ജീവി വർഗങ്ങളുടെ ആശയവിനിമയത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം കൂടിയായിരുന്നു. ഹാൾ ഓഫ് ജഡായു, ദയാലുവിന്റെ ജൈവ കൃഷിപ്പാടങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററികൾ. ചിത്രകലാ അധ്യാപകനും ചലച്ചിത്ര പ്രവർത്തകനുമായ അരവിന്ദൻ കോണട്ടിന്റെ അരവിന്ദ്രം ചിത്രപ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. മുറിവേറ്റ മനസ്സുകളുടെ നിലവിളിയും പൂരക്കാഴ്ചകളും ടാഗോറും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ചിത്രപ്രദർശനത്തിൽ പ്രമേയങ്ങളായി. ചിത്രകലാ അധ്യാപകനും ചലച്ചിത്ര പ്രവർത്തകനുമായ അരവിന്ദ് കോണാട്ടിന്റെ ചിത്രപ്രദർശനം ആർട്ട് ഗാലറിയിൽ തുടങ്ങി. കാവ്യബിംബങ്ങളായ പ്രകൃതി ദൃശ്യങ്ങളും ഉത്സവ കാഴ്ചകളും കോർത്തിണക്കിയാണ് തന്റെ ചിത്രങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജലഛായത്തിലും എണ്ണച്ചായത്തിലും ചെയ്തിട്ടുള്ള 54 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. 30 വർഷത്തോളം സർക്കാർ സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായ അരവിന്ദ് ആദ്യമായാണ് ചിത്ര പ്രദർശനം നടത്തുന്നത്. പിന്നീട് മതമൈത്രിയുടെ ഭാവമായിട്ട് യേശുവിനെയും ഗുരുദേവനെയും PP ഉമർഖാൻ സാഹിബിനെയും എല്ലാം മഹാത്മാഗാന്ധിയെയും വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചിത്രപ്രദർശനത്തിന് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പേരായ അരവിന്ദ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. മുറിവേറ്റ മനസ്സുകളുടെ നിലവിളികൾ, പൂരക്കാഴ്ചകൾ, ടാഗോറും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരു തുടങ്ങിയ ചിത്രങ്ങളാണ് ശേഖരണത്തിലുള്ളത്. ഇതിനു പുറമെ നാട്ടിൻ കാഴ്ചകളും പ്രദർശനത്തിലൊരുക്കിയിട്ടുണ്ട്. പ്രദർശനം 1-ന് സമാപിക്കും. ഇനി മണ്ഡലകാല വിശേഷങ്ങൾ. എരഞ്ഞിക്കൽ ശ്രീ കുറുവക്കാവ് അയ്യപ്പക്ഷേത്ര പരിസരത്ത് നടന്ന മണ്ഡല മഹോത്സവങ്ങൾക്ക് സമാപനം. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് ശാസ്താവിന് മാലചാർത്തൽ, പ്രസാദ വിതരണം, നാമജപം, ചെണ്ടമേളം, താലപ്പൊലി, ശിങ്കാരിമേളം, പൂക്കാവടി, ദേവവേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആഘോഷവരവ് കണ്ണംകുളങ്ങര ശ്രീ രാമാനന്ദ ഗുരുവരാശ്രമത്തിൽ നിന്നും വൈകിട്ട് ആരംഭിച്ച് കുറുവക്കാവ് അയ്യപ്പക്ഷേത്രത്തിൽ സമാപിച്ചു. ആഘോഷവരവിൽ നിരവധി ഭക്തജനങ്ങളാണ് അണിചേർന്നത്. കായിക വാർത്തകൾ.
ബേപ്പൂർ റോയൽ സബ് സെന്റർ 2004 ബാച്ചിന്റെ 1ാം വാർഷികം ബേപ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. റോയൽ ക്ലബ്ബ് പ്രസിഡന്റ് കെ ബാലഗോപാൽ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ 2004 ബാച്ചിലെ കുട്ടികൾക്കുള്ള ജേഴ്സി, ട്രോഫികൾ തുടങ്ങിയവ ക്ലബ്ബ് പ്രസിഡന്റ് ബാലഗോപാലും കോർഡിനേറ്റർമാരായ പി അബ്ദുൾ സലീം, സഹദേവൻ, ബാബു, എം രാധാകൃഷ്ണൻ, ബിജോയ്, സുനിൽകുമാർ, സുരേന്ദ്രൻ തുടങ്ങിയവർ വിതരണം ചെയ്തു. തുടർന്ന് 2002 ബാച്ചിലെ നല്ല കളിക്കാരായ കുട്ടികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു. പിന്നീട് സ്പോർട്സ് തല കായിക മേളകളും കമ്പവലി മത്സരങ്ങളും രക്ഷിതാക്കളുടെ വനിതാ പുരുഷ വിഭാഗങ്ങളുടെ കായിക മത്സരങ്ങളും നടന്നു. 2004 ബാച്ചിലെ കുട്ടികളുടെ ഫുട്ബോൾ മത്സരവും അവരുടെ രക്ഷിതാക്കൾക്കു വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരങ്ങളും നടന്നു. സി അബ്ദുൾ സലീം, സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തെക്കേപ്പുറം സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ജില്ലാ ഓപ്പൺ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫൈനൽ മത്സരത്തിൽ സീനിയർ വിഭാഗം ഡബിൾസിൽ മോട്ടീവ് ജ്വല്ലറിയുടെ വിനോദ് ജാഫർ എന്നിവരെ പരാജയപ്പെടുത്തി മാർവൽ കാലിക്കറ്റിന്റെ പ്രദീപ് വിനോദ് ടീം ചാമ്പ്യന്മാരായി. വെറ്ററൻസിൽ കിങ്സ് എന്റർപ്രൈസസിൽ ഷബീർ സിദ്ദു ടീമിനെ പരാജയപ്പെടുത്തി സുബൈർ ഹക്കീം ടീം വിജയിച്ചു. ജൂനിയർ വിഭാഗത്തിൽ ഡിൽകാസ് ആൻഡ് മാർഷൽ ടീമിനെ പരാജയപ്പെടുത്തി യോഹന്നാൻ ഷട്ടിൽ ക്ലബ്ബിലെ അമൃതദാസ് ഗോവിന്ദകൃഷ്ണൻ ടീം ചാമ്പ്യന്മാരായി. വിജയികൾക്ക് മന്ത്രി എം കെ മുനീർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ ആബിദ് അധ്യക്ഷം വഹിച്ചു. പി ടി ആദം, ഇജാസ് പി ഇസ്മായിൽ, കെ മൊയ്തീൻ കോയ, എസ് കെ അബൂബക്കർ, കെ ജംഷീദ്, പി എ സലീം എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും ആഗോള മുസ്ലിം പണ്ഡിത സഭാംഗവുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എഴുതിയ വിശുദ്ധ ഖുർആൻ വിവർത്തനം പ്രകാശനവും ഖുർആൻ സെമിനാറും ജനുവരി 1 വ്യാഴാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 9:45 പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. എടക്കാട് സമരത്തിന്റെ 200ാം ദിവസത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ഉപവാസ സമരം നടത്തി. ഡോക്ടർ കെ മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കെ സി രാജൻ, പി രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാർ പ്രൊഡ്യൂസേഴ്സ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രവർത്തന രംഗത്ത് 75 വർഷം പൂർത്തീകരിക്കുകയാണ്. 75ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ജനുവരി 1 കാലത്ത് അസോസിയേഷൻ ഓഫീസിൽ പ്രസിഡന്റ് കെ ഹസൻ കോയ പതാക ഉയർത്തുന്നതോടെ പ്ലാറ്റിനം ജൂബിലി പരിപാടികൾക്ക് തുടക്കമാകും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എം പി അഹമ്മദ് കോർട്ട് റോഡിലെ ജിഫ്രി കോംപ്ലക്സിൽ വെച്ച് കാലത്ത് 10 മണിക്ക് നിർവഹിക്കും. റോഡപകടങ്ങളും ട്രാഫിക് നിയമലംഘനങ്ങളും കുറയ്ക്കാൻ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും മോട്ടോർ വാഹന വകുപ്പും പോലീസും കൈകോർക്കുന്നു. നഗരത്തിൽ മാത്രമല്ല ജില്ലയിലുടനീളം ഈ നെറ്റ്വർക്ക് പ്രവർത്തിക്കും. റോഡപകടങ്ങളെ അകറ്റാൻ ഇതിനോടൊപ്പം ബോധവൽക്കരണവും നടക്കും. റോഡ് സുരക്ഷാ വാഹനം ജനുവരി 5 മുതൽ 10 വരെ നഗരത്തിലൂടെ പ്രചരണം നടത്തും. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും വിദേശ ട്രോളർക്ക് തീരക്കടലടക്കം പതിച്ചു നൽകുന്ന നീക്കങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കടൽ തിരിച്ചുപിടിക്കൽ പ്രക്ഷോഭം കോഴിക്കോട്, കടപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി ഡിസംബർ 31 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന കടൽ തിരിച്ചുപിടിക്കൽ പ്രഖ്യാപനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തെന്നിലാപുരം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 1968 സ്ഥാപിതമായ കോഴിക്കോട് കോസ്മോപൊളിറ്റൻ ഹോസ്റ്റലിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം 2015 ജനുവരി 1 രാവിലെ 10 ഹോസ്റ്റലിൽ വെച്ച് നടക്കുമെന്ന് കൺവീനർ ഗോപാലൻകുട്ടി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447676465 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ചാലിയത്തെ ഫാത്തിമ ബി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ ഓഡിറ്റോറിയം ഫാത്തിമ ബി ഹാൾ ടി.കെ.എം. കോയ ഡിസംബർ 31 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി കുൽസു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിരാലംബരും നിരാശരുമായ മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണം, പഠനരംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നീ മേഖലകളിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഫാത്തിമ ബി മെമ്മോറിയൽ ട്രസ്റ്റ് 2013 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 2015-2016 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കർണാടകയിൽ നിന്നുള്ള കെ മുഹമ്മദ് ഷെരീഫാണ് ചെയർമാൻ. കേരളത്തിൽ നിന്നുള്ള എം അബ്ദുൾ റഹ്മാൻ വൈസ് ചെയർമാനും തമിഴ്നാട്ടിൽ നിന്നുള്ള എം മുഹമ്മദ് അലി ജിന്ന ജനറൽ സെക്രട്ടറിയുമാണ്. മണിപ്പൂരിൽ നിന്നുള്ള മുഹമ്മദ് ഖാലിദ് റിഷാദിയാണ് പുതിയ ട്രഷറർ. കോഴിക്കോട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് 2015-16 വർഷത്തേക്കുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ വിലത്തകർച്ചയിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ സർക്കാർ നടപടി ആവശ്യപ്പെട്ട് റബ്ബർ കർഷകരുടെ പ്രക്ഷോഭം.
കൊയിലാണ്ടി ദേശീയപാതയിലെ വാഹനാപകടങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് കർമ്മസമിതി ആഭിമുഖ്യത്തിൽ ജീവൻ രക്ഷാ സദസ്സ്. ക്ഷേമ ബോർഡിന്റെ അഴിമതിക്കെതിരെ ചുമട്ടുതൊഴിലാളി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ.